വിഷ്ണു പ്രകാശ് തുടരുന്നുണ്ട് കളമശ്ശേരിയിൽ നിന്ന്. വിഷ്ണു നേരത്തെ പറഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ ഏകദേശം അരമണിക്കൂറോളം പിന്നിട്ടുവെന്ന്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിയാസുമൊക്കെ അവിടെ ഉണ്ട്. ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം വിട്ടു നൽകാൻ കഴിയുന്ന നിലയ്ക്കാണോ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? ദിവിഷ, ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചോറ്റാനിക്കര പോലീസ് സംഘം എത്തിയായിരുന്നു ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയത്. അപ്പോൾ ഇപ്പോൾ അല്പം മുൻപ് ആ ഒരു നടപടികൾ പൂർത്തിയാക്കി പോയി. ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൻ്റെ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. ഏകദേശം അതും ഒരു മണിക്കൂറിൽ താഴെയായി അത് തീരും. പോസ്റ്റ്മോർട്ടം നടപടികളും പൂർത്തിയാകുമെന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ബന്ധുക്കളായിട്ടുള്ള അടുത്ത സുഹൃത്തുക്കളുണ്ട്, സഹോദരനുണ്ട്, അതുപോലെ അത്തരമുള്ള ആ ഒരു നവാസുമായി അടുപ്പമുള്ള ഒത്തിരി ആളുകൾ ഇപ്പോൾ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിൻ്റെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു മണിക്കൂറിനകം തന്നെ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വിട്ടു നൽകി അവർ വീട്ടിലോട്ട് കൊണ്ടുപോകും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിമിക്രി രംഗത്ത് നിന്നുമാണ് ഈ കലാഭവൻ നവാസ് എന്ന ഒരു വ്യക്തി ഈ സിനിമ മേഖലയിലേക്ക് അടക്കം വരുന്നത്. സിനിമയിൽ നമുക്കറിയാം ഒരു 30 വർഷത്തെ ഒരു കരിയർ ഉണ്ടെങ്കിലും അത്രയും കാലം സജീവമായി ഇല്ല. ചുരുക്കം 40ഓളം സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഈ പ്രേക്ഷകരുടെ അടക്കം വീടുകളിലെല്ലാം സജീവമായിട്ടുള്ള ഈ സ്റ്റേജ് പ്രോഗ്രാമുകളും അതുപോലെ സിനിമാല പോലെയുള്ള അത്തരം കോമഡി പരിപാടികളിലെല്ലാം സജീവമായി നിന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ വീട്ടുകാർക്കും നമ്മുടെ വീട്ടിലുള്ള ഒരു അടുപ്പമുള്ള ഒരു ആളെ പോലെ അത്രയ്ക്കും സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ സുഹൃത്തുക്കളാണെങ്കിലും പറയുന്നത് വളരെ അടുപ്പമുള്ള നല്ല രീതിയിൽ ഒരു ബന്ധം പുലർത്തുന്ന തരത്തിൽ എല്ലാവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു കലാഭവൻ നവാസ്. അതുതന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുൻപിലും ഇന്നലെ രാത്രിയും ആ മരണം സംഭവിച്ച ആ നിമിഷവും സുഹൃത്തുക്കളെല്ലാം ഓടിയെത്തുന്നത് കണ്ടതായിരുന്നു. ഒരുപാട് ആ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ ആ ആശുപത്രിക്ക് മുന്നിലേക്കും എത്തിയിരുന്നപ്പോൾ അത്തരത്തിൽ വലിയ സൗഹൃദങ്ങളുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി സിനിമയിൽ നിന്നും വിട്ടുനിന്ന് ഇപ്പോൾ അല്പം ഈ ഒരു അടുത്ത കാലത്താണ് വീണ്ടും സിനിമയിൽ സജീവമായത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയതായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. അതിൽ തന്നെ ഒരു വളരെ മേക്ക് ഓവറുള്ള ഒരു ക്യാരക്ടറായിരുന്നു ചെയ്തത്. പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയാത്ത വിധം ഒരു പ്രായമേറിയ മേക്കപ്പ് അത്തരമുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു ഈ കലാഭവൻ നവാസിൻ്റെ ഒരു ക്യാരക്ടർ അശോകൻ എന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നത്. അതിനുശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ പ്രശംസ ലഭിച്ചിരുന്നു. ഒരു മേക്ക് ഓവർ ഈ താരത്തെ തിരിച്ചറിഞ്ഞ് ആളുകൾ വലിയ രീതിയിലുള്ള പ്രശംസയും മറ്റും നൽകിയിരുന്നപ്പോൾ അതിനെ തുടർന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ 25-ാം തീയതി ഒരു വർഷം കൂടിയായിരുന്നു നവാസിനെ സംബന്ധിച്ച് 2025. ഈ വർഷം തുടക്കത്തിൽ രഹന നമുക്കറിയാം വരും സിനിമയിലേക്ക് വരുമ്പോൾ അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആന്തോളനമടക്കമുള്ള സിനിമകളിലൂടെ സജീവമായി വന്ന ആളാണ് രഹന. ജീവിത സഖ്യയായി മാറുന്നു നവാസിൻ്റെ. പിന്നീട് ഇരുവരും ചേർന്ന് ഫെബ്രുവരിയിൽ നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നു ഇഴ എന്ന വളരെ വൈകാരികമായ ബന്ധത്തെക്കുറിച്ച് പറയുന്ന സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചു. ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ച പോലെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കണ്ടവരും എല്ലാവരും പറയുന്നത് തന്നെയാണ് അദ്ദേഹമാണ് ആ കഥാപാത്രം എന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നീടാണ് ഇത് നമ്മുടെ നവാസാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞത്. അത്ര വളരെ വ്യത്യസ്തമായ നിലയിൽ വീണ്ടും സിനിമയിൽ സജീവമായി വരുന്ന വേളയിൽ, ഇപ്പോൾ ഓണക്കാലത്ത് സജീവമായി സ്റ്റേജ് ഷോകളും ഒക്കെ പ്ലാൻ ചെയ്തിരിക്കുന്ന വേളയിലാണ് ഇങ്ങനൊരു വിയോഗം സംഭവിക്കുന്നത്. നമ്മുടെ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളുടെ ഒപ്പം, ഇപ്പോൾ 40ഓളം സിനിമകളാണെങ്കിൽ പോലും ഒട്ടുമിക്ക താരങ്ങളുടെ ഒപ്പം വളരെ പ്രധാനപ്പെട്ട വേഷങ്ങളിൽ എത്താനും കഴിഞ്ഞിട്ടുള്ള അഭിനേതാവായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തെ ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടക്കുന്ന ആദ്യം കണ്ടത് അവിടുത്തെ ജീവനക്കാരായ പ്രജിൻ ദേവ് എന്ന തൊഴിലാളിയാണ്. മുറി തുറന്നു നോക്കുമ്പോൾ നിലത്ത് വീണ് കിടക്കുന്ന നവാസിനെയാണ് കണ്ടതെന്ന് പ്രജിൻ ദേവ് പറഞ്ഞു. പിന്നീട് താഴെ ഹോട്ടലിലെ ചുമതലക്കാരെ അറിയിച്ചു ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. जब मेरा नाइट ड्यूटी है ओके, तो सर इधर आया तो मैं 8:30 को मैं रूम गया खाना खाने. 8:30 में खाना खा के मैं 9 o'clock इधर नाइट ड्यूटी आया. तो सर मेरे को बोला कि रूम जाओ चेक करो, उसमें आदमी जाने वाला है. मैंने चेकआउट करने वाला था समय. तो मैं गया तो बेल मारा तो वो आदमी ओपन नहीं किया दरवाज़ा. ओपन नहीं किया तो मैं ओपन करके देखा तो दरवाज़ा ओपन था. जब ओपन किया तो आदमी को मैं सामने देखा, डोर के सामने ही टाइल्स में पड़ा हुआ था. तो मैं फिर नीचे आ गया. आके मैं सर को बताया यहाँ पे कि वो आदमी नीचे पड़ा हुआ है. तो फिर जाके देखा सर तो बॉडी पूरा साइलेंट था.